നമസ്കാരം. ഞാൻ കഴിഞ്ഞ 4.25 വർഷക്കാലം നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലങ്ങളിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു ചെറിയ വിവരണമാണ് ഈ ഘട്ടത്തിൽ നൽകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പ് ആ ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ജനകീയ ആവശ്യങ്ങൾക്ക് ദീർഘകാലത്തെ പരിഗണന വിഷയമാക്കേണ്ട കാര്യങ്ങളായിരുന്നു. ഒരുപാട് കാലഘട്ടം ജനങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് ആ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിനകത്ത് പ്രതീക്ഷയോടുകൂടി ജനങ്ങൾ ആഗ്രഹിക്കുകയും അത് അന്ന് അവർ നിർദ്ദേശിക്കുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരോഗ്യരംഗത്തെ മാറ്റങ്ങൾ. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രി അതിന് ഒരുപാട് ചരിത്രമുള്ളതാണ്. 1900 ശ്രീമൂലം തിരുനാൾ രാജാവിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിക്കപ്പെട്ട ഒരു ഡിസ്പെൻസറിയാണ് ഇന്ന് കാണുന്ന ജനറൽ ആശുപത്രിയായി മാറപ്പെട്ടത്. 120 വർഷം പഴക്കമുള്ള ആ ആശുപത്രി ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 4.25 വർഷക്കാലത്തിടയിൽ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ് ഒരു ജനപ്രതിനിധി എന്ന രൂപത്തിൽ എന്നിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന്, ആശുപത്രി ഡോക്ടർമാരുടെ എണ്ണത്തിൽ ഉണ്ടായിരുന്ന കുറവ് സംസ്ഥാനത്തിലെ ഗവൺമെന്റ് ആരോഗ്യ നയവും ബന്ധപ്പെട്ടുകൊണ്ട് പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 14 വരുന്ന പുതിയ ഡോക്ടർമാരെയാണ് ഡോക്ടർമാരുടെ നിലവിൽ കുറവുണ്ടായതടക്കം പരിഹരിച്ചുകൊണ്ട് അവിടെ നൽകുന്നതിന് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഗവൺമെന്റ് തയ്യാറായി. ഒട്ടനവധി മാറ്റങ്ങൾ, അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇതിലേറെ വ്യക്തിപരമായി സന്തോഷം ജനിപ്പിച്ചൊരു കാര്യമാണ് സംസ്ഥാനത്തെ തന്നെ ആരോഗ്യ മേഖലയിലെ ഏറ്റവും വലിയ ഡയാലിസിസ് സെന്റർ നെയ്യാറ്റിൻകരയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫെബ്രുവരി മാസം 20 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഡയാലിസിസ് സെന്റർ. അതിന്റെ പ്രവർത്തനങ്ങൾ വരുന്ന മാസം തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും. അതിന്റെ എല്ലാ നിലയിലുള്ള പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. സ്വാബ് ടെസ്റ്റുകളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചില പോസിറ്റീവ് റിസൾട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സാങ്കേതികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. അത് കൂടി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ സെപ്റ്റംബർ മാസം ആദ്യഭാഗത്ത് തന്നെ ഡയാലിസിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി കഴിയും. 24 യൂണിറ്റിന്റെ പ്രവർത്തനം നിലവിലുള്ള 6 യൂണിറ്റും അടക്കം പ്രവർത്തിക്കുമ്പോൾ ഇന്ന് ഏകദേശം 400 അടുപ്പിച്ച് വരുന്ന രോഗികളാണ്, നിർദ്ധനായിട്ടുള്ള രോഗികളാണ് അവിടെ രജിസ്റ്റർ ചെയ്ത് കാത്തു നിൽക്കുന്നത്. അവരുടെ ഒരു പ്രതീക്ഷയാണ് ഈ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായും പുറത്തുള്ള സ്വകാര്യ ആശുപത്രികളിലൊക്കെ തന്നെ 1500-2000 രൂപയൊക്കെ ചെലവഴിച്ചുകൊണ്ട് ഡയാലിസിന് ആഴ്ചയിൽ 2-3 പ്രാവശ്യം വിധേയമാകേണ്ടി വരുന്ന സാധാരണക്കാരും പ്രയാസം അനുഭവിക്കുന്നതും ആയിട്ടുള്ള രോഗികളെയും അവരുടെ ബന്ധുക്കളെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായി ഈ ഡയാലിസിന്റെ പ്രവർത്തനം മാറാൻ വേണ്ടി പോവുകയാണ്. നവീകരിച്ച ഗൈനക് വാർഡ് കഴിഞ്ഞ 1 മാസം മുമ്പാണ് രോഗികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത്. ഒരുപക്ഷെ സംസ്ഥാനത്ത് ഒരു ജനറൽ ഹോസ്പിറ്റലിനകത്ത് ഇത്രയും മെച്ചപ്പെട്ട രൂപത്തിലേക്ക് എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള ഗൈനക് വാർഡ് അതൊരു പ്രത്യേക സ്വകാര്യ ആശുപത്രിയെ വെല്ലുന്ന രൂപത്തിലേക്കുള്ള ഗൈനക് വാർഡാക്കി മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ വാർഡായാലും ജെറിയാട്രിക് വാർഡായാലും മറ്റ് വാർഡുകളായാലും ഒക്കെ തന്നെ സാധാരണക്കാർക്ക്, രോഗികൾക്ക് ആശ്വാസകരമായ അവസ്ഥ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ വന്നിട്ടുണ്ട്. നിലവിൽ കുറെ പോരായ്മകളുണ്ട് എന്നുള്ള കാര്യം കുറച്ചുകൊണ്ടല്ല, അത്തരം പോരായ്മകൾ കൂടി പരിഹരിക്കുന്നതിന് ജില്ലാ പഞ്ചായത്താണ് ഹോസ്പിറ്റലിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം എടുത്തിട്ടുള്ളത്. അവരുടെ നല്ല സഹായം, പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CVK മധുവിന്റെയും ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെ അടുത്തുള്ള കൈയച്ച സഹായങ്ങൾ ഒരു ജനപ്രതിനിധി എന്ന രൂപത്തിലേക്ക് നിർദ്ദേശമായുള്ള മുന്നിൽ വയ്ക്കുമ്പോൾ സഹകരിക്കുന്നതിനും അത് വിജയിപ്പിക്കുന്നതിനും വേണ്ടി കഴിയുന്നുണ്ട്. തീർച്ചയായും അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മെച്ചപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രമായി ഈ താലൂക്കിലെ ഈ ജനറൽ ആശുപത്രി മാറ്റി എന്നുള്ള ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. മറ്റാരോഗ്യ രംഗത്തെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം, കോവിഡ് ശക്തമായി വ്യാപിക്കുന്ന ഒരു ഘട്ടമാണ്.
കോവിഡ് വ്യാപനത്തിന്റെ ഭാഗമായി FLTC സെന്ററുകൾ നമ്മുടെ സംസ്ഥാനത്ത് ആയിരക്കണക്കിന് FLTC സെന്ററുകളുടെ പ്രവർത്തനം നടത്തുകയാണ്. ആ FLTC സെന്റർ എന്ന് പറയുന്നത് കോവിഡ് രോഗികളുടെ അതിവ്യാപനത്തിന്റെ ഭാഗമായി പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ആ പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നവർക്ക് പ്രത്യേകമായി ചികിത്സ നൽകുന്ന കേന്ദ്രങ്ങളാണ്. അവിടേക്ക് നമ്മുടെ നിലവിലെ ഹോസ്പിറ്റലുകളുടെ PHSകളുടെയും മറ്റ് ഹോസ്പിറ്റലുകളുടെയും ഡോക്ടർമാരെ പ്രത്യേകമായി അവിടെ അധിക ഡ്യൂട്ടിക്ക് ചുമതലപ്പെടുത്തുന്ന ഒരു പ്രയാസമേറിയ അനുഭവം കൂടെ ആരോഗ്യരംഗത്ത് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും നെയ്യാറ്റിൻകര മണ്ഡലത്തിലെ 6 PHSകൾ സംസ്ഥാന ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രമായി അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അതിൽ 5 ആരോഗ്യ കേന്ദ്രങ്ങളെ PHSകളെ കുടുംബാരോഗ്യ കേന്ദ്രമായി മാറ്റി കിട്ടി എന്നുള്ളതും വേറെ സന്തോഷകരമായ അവസ്ഥയാണ്. പെൺപകൽ CHC അതറിയാം, ദീർഘകാലമായിട്ടുള്ള പുതിയ OP മന്ദിരത്തിന്റെ കെട്ടിടത്തെ സംബന്ധിച്ച ആവശ്യം അത് പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമല്ല ഉണ്ടായത്. എന്നാൽ MLA ഫണ്ടിൽ നിന്ന് 1,20,00,000 രൂപ മുടക്കിക്കൊണ്ട് ഇന്ന് അതിമനോഹരമായിട്ടുള്ള OP മന്ദിരവും അതുപോലെ തന്നെ ഡോക്ടർമാരുടെ റൂമും എല്ലാം കൂടെ സജ്ജീകരിച്ചുകൊണ്ട് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അടിയന്തരമായി തന്നെ അത് ഉദ്ഘാടനം ചെയ്ത് പൊതുജനങ്ങൾക്ക് സമർപ്പിക്കാൻ വേണ്ടി കഴിയും. FHSകളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. FHSകളിൽ കൂടി വൈകുന്നേരം വരെ രോഗികൾക്ക് ആവശ്യമായ സേവനം കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഗവൺമെന്റ് ആയുർവേദ താലൂക്ക് ഹോസ്പിറ്റൽ അവിടെ പുതിയ മന്ദിരം അതിന്റെ നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലേക്ക് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഹോമിയോ ആശുപത്രിയുടെ പുതിയ മന്ദിരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. താലൂക്ക് ആസ്ഥാനം പ്രവർത്തിക്കുന്ന ഹോമിയോ ആയുർവേദ ആശുപത്രികളിൽ വലിയ മാറ്റമാണ് കഴിഞ്ഞ 4.5 വർഷക്കാലത്തിനിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. നഗരസഭയുടെ ഇക്കാര്യത്തിലുള്ള ഗവൺമെന്റിന് പിന്തുണ ഉണ്ടായിട്ടുണ്ട്. മാവളകളെ പ്രവർത്തിക്കുന്ന ആയുർവേദ ഹോസ്പിറ്റൽ അവിടെ ഏറെക്കാലത്ത് ആവശ്യമാണ്. അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു OP ബ്ലോക്കും അനുബന്ധമായ സൗകര്യം ഉണ്ടാകുന്നു. 50 ലക്ഷം രൂപയാണ് അസറ്റ് ഡെവലപ്മെന്റ് MLA ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് കെട്ടിടത്തിന്റെ നിർമ്മാണം അതിവേഗം പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യരംഗത്ത് സബ് സെന്ററുകളുടെ പ്രവർത്തനങ്ങളായാലും PHSകളുടെ പ്രവർത്തനങ്ങളായാലും CHയുടെ പ്രവർത്തനമായാലും ആയുർവേദ അലോപ്പതിയുടെ ഒക്കെ തന്നെ ഉള്ള പ്രവർത്തനങ്ങളായാലും വലിയ തോതിൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കിട്ടുന്ന അഭിപ്രായങ്ങൾക്കനുസരിച്ച് അവിടുത്തെ കുറവുകൾ അടിയന്തരമായി പരിഹരിക്കുന്നതിന് ഇടപെടുന്നുണ്ട്. മറ്റൊരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല. നമുക്കറിയാം, അതിന്റെ ഏറ്റവും പ്രധാന നേർസാക്ഷ്യത്തോട് വെച്ചിട്ടുള്ളതാണ് നെയ്യാറ്റിൻകര ടൗണിലെ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. 137 വർഷം പഴക്കമുള്ള സ്കൂളാണ്. 4.5 വർഷത്തിന് മുമ്പ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ജനങ്ങൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ആ സ്കൂളിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കുക എന്നുള്ളത്. കിഫ്ബി ഫണ്ട് മുഖേന സംസ്ഥാനത്തെ 140 സ്കൂളുകൾ ഓരോ മണ്ഡലത്തിലും ഓരോ സ്കൂൾ വെച്ച് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ആദ്യം സെലക്ട് ചെയ്ത് കൊടുത്ത സ്കൂളും നെയ്യാറ്റിൻകര ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. MLA ഫണ്ട് അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 6 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ള 2 നില ഹയർ സെക്കൻഡറി ബിൽഡിങ്ങും അതുപോലെ തന്നെ ആയിരക്കണക്കിന് കുട്ടികൾ വരുന്ന ഭാവിയിൽ വർധനമുണ്ടാകുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണശാല അടക്കമുള്ള അമ്യൂണിറ്റി സെന്റർ പ്രവർത്തനങ്ങൾ നിർമ്മാണം പൂർത്തീകരിച്ച് ഈ ഫെബ്രുവരി മാസം 20-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കുട്ടികൾക്ക് വേണ്ടി അത് തുറന്നു കൊടുത്തു. അത് നെയ്യാറ്റിൻകരയിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റത്തിന് നിദാനമായി മാറി. തൊട്ടടുപ്പുറത്തുള്ള ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ 5 കോടി രൂപയാണ് 2 കെട്ടിടങ്ങൾക്ക് വേണ്ടി ഫണ്ട് അനുവദിക്കപ്പെട്ടത്. ഒരു വർക്കിന്റെ ടെൻഡർ പൂർത്തീകരിച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. സ്കൂളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം. നമുക്കറിയാം, ഇന്റർ സ്കൂൾ ഫെസ്റ്റിവലും റവന്യൂ ജില്ലാ ഫെസ്റ്റിവലും അടക്കമുള്ള കലാമത്സരങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ സ്വകാര്യമായി പുരകെട്ടി മാത്രമേ ഇത്തരം സൗകര്യങ്ങൾ എടുക്കാൻ വേണ്ടി കഴിയൂ. 25 ലക്ഷം രൂപ MLA ഫണ്ടിന് അനുവദിച്ചുകൊണ്ടാണ് മനോഹരമായ രൂപത്തിലേക്കുള്ള സ്റ്റേജും ഓഡിറ്റോറിയം അടക്കമുള്ള ഓപ്പൺ എയർ ഓഡിറ്റോറിയം അന്തരിച്ചുപോയ സഖാവ് EK നായനാർ സ്മാരക ഓപ്പൺ എയർ ഓഡിറ്റോറിയം നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് വേണ്ടി ഇരിക്കുക. ഇത് ഓരോ സ്കൂളിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയുന്നില്ല. മണ്ഡലത്തിലെ ഏറ്റവും പിന്നോക്ക വിഭാഗത്തിലുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഗവൺമെന്റ് ഹൈസ്കൂൾ പെരുമ്പടൂർ. ഈ ഫണ്ടിന്റെ സർക്കാരിന്റെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 കോടി രൂപ മുടക്കിക്കൊണ്ടാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മണ്ഡലത്തിലെ കുളത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളായാലും കുളത്തൂർ ടെക്നിക്കൽ സ്കൂളായാലും കുളത്തൂർ ഗവൺമെന്റ് കോളേജായാലും പൊഴിയൂർ UP സ്കൂളായാലും തിരുവറ സ്കൂളായാലും ഭരണി സ്കൂളായാലും RV സ്കൂളായാലും ഹൈദർ സ്കൂളായാലും എല്ലാ സ്കൂളുകൾക്കും
LP UP സ്കൂളുകളായാലും എല്ലാ സ്കൂളുകൾക്കും ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ MLA കൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നെയ്യാറ്റിക്കര JB സ്കൂളിൽ പുതിയ മന്ദിരം പണി പൂർത്തീകരിച്ചിരുന്നു. അതുപോലെ എരിച്ചല്ലൂർ LP സ്കൂളിൽ മന്ദിരം പണി പൂർത്തീകരിച്ചിരുന്നു. MLA ഫണ്ടും സർക്കാരിന്റെ ഫണ്ടും ഒക്കെ സംയോജിപ്പിച്ചുകൊണ്ട് വലിയ തോതിലുള്ള നവീകരണ പ്രവർത്തനങ്ങളും പുതിയ നിർമ്മാണ പ്രക്രിയകളുമാണ് നമ്മുടെ സ്കൂളുകളിലാകെ ഉണ്ടായത്. ഹൈടെക് സ്കൂളുകളാക്കുക എന്നുള്ള നിയമനത്തിന്റെ ഭാഗമായി 300-ലധികം വരുന്ന ക്ലാസ് റൂമുകളാണ് ഹൈടെക് നിലവാരത്തിലേക്ക് മാറ്റപ്പെട്ടത്. ഇനിയും ഏറെ പ്രവർത്തനങ്ങൾ സ്കൂളുകളിലൊക്കെ തന്നെ സ്വകാര്യ വാഹനങ്ങളാണ് കുട്ടികളെ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ MLA ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 2 ഘട്ടമായി 14 സ്കൂളുകളിലാണ് പുതിയ ബസ്സുകൾ അനുവദിച്ച് സ്കൂൾ അധികൃതർ കൈമാറിയിട്ടുള്ളത്. ഇങ്ങനെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള മാറ്റം ഈ നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കുന്ന മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് നമ്മുടെ റോഡുകളുടെ സ്ഥിതിയായിരുന്നു. പശ്ചാത്തല മേഖലയിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപം ഉണ്ടായിരുന്നത് നമ്മുടെ റോഡുകളുടെ ശോച്യാവസ്ഥയാണ്. പല റോഡുകളും യാത്ര ചെയ്തു പോകാൻ പോലും ഏറെ അസഹനീയമായ അവസ്ഥ ഉണ്ടായിരുന്നു. കാലവർഷത്തിന്റെ ലഘുവിനത് പെയ്തിറങ്ങിയത്, നിലവാരം കുറഞ്ഞ ടാറിംഗ് പ്രവർത്തനങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ നിലനിൽക്കാതെ, ഇതെല്ലാം തന്നെ റോഡുകളുടെ അതിന്റെ പ്രവർത്തനങ്ങളിൽ വലിയ തോതിലുള്ള നിരാശ ഉണ്ടാക്കിയിരുന്നു. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോവുക, യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുക, ഒരുപാട് ആക്ഷേപങ്ങൾ റോഡുകളിൽ കൂടി സഞ്ചരിക്കുന്ന പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ പരിശോധിക്കുമ്പോൾ നെയ്യാറ്റിക്കര അസംബ്ലി മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് നെയ്യാറ്റിക്കര പൂവാറ് പട്ടികക്കാല പറഞ്ഞു റോഡ്. അത് MLA ആയി വരുമ്പോൾ തന്നെ സംസ്ഥാനത്തിലെ പൊതുഗതാഗത വകുപ്പ് മന്ത്രിക്ക് കത്ത് കൊടുക്കുകയും CRF ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് CRF ഫണ്ടിൽ തെറ്റിദ്ധാരണ ചിലർ ഉൾപ്പെടുത്തുന്നുണ്ട്. സെൻട്രൽ റോഡ് ഫണ്ടിന്റെ വിഹിതം നൽകുന്നത് സംസ്ഥാനത്ത് ഉപയോഗപ്പെടുത്തുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും സെസ്സിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിഹിതമാണ്. 2018-19 സാമ്പത്തിക വർഷം 142 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെന്റിന് ആ വിഹിതത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കപ്പെട്ടത്. അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന റോഡുകളെ സംബന്ധിച്ച് അത് നിശ്ചയിക്കാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വവും അധികാരവും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിനാണ്. ആ പൊതുമരാമത്ത് വകുപ്പ് സംസ്ഥാനത്ത് 14 റോഡുകൾ അനുവദിക്കുമ്പോൾ ആ റോഡിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നെയ്യാറ്റിക്കര പൂവാർ റോഡിന് 15 കോടി രൂപ അനുവദിച്ചത്. അതിന്റെ നിർമ്മാണങ്ങൾ പൂർത്തീകരണ ഘട്ടത്തിലാണ്. ഇന്ന് ഒരു ലെയർ കഴിഞ്ഞ് 2ാമത്തെ ലെയറിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓണാവധിക്ക് ശേഷം ആ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുമ്പോൾ അന്തർദേശീയ നിലവാരമുള്ള റോഡായി മാറും. പിന്നെയുള്ള റോഡായിരുന്നു ആലുമൂട് മുതൽ കിളിയോട് വരെയുള്ള നെയ്യാറ്റിക്കര മണ്ഡലത്തെ റോഡ്. 3 കോടി രൂപയിലധികം അനുവദിച്ചുകൊണ്ട് അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് വർക്ക് കഴിഞ്ഞു. സെക്കൻഡ് ലെയർ വർക്ക് അടിയന്തരമായി പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനെ മണ്ഡലത്തിലെടുത്ത് പരിശോധിക്കുമ്പോൾ വട്ടവള പ്രായമൂട് റോഡ്, അതുപോലെ തന്നെ വട്ടവള പാത്താങ്കര റോഡ്, പഴയട മാവളക്കടവ് റോഡ്, മാവളക്കടവ് രാമൂട്ടുകട റോഡ്, ഊരമ്പുള ഉച്ചക്കട റോഡ്, അതുപോലെ തന്നെ നെയ്യാറ്റിങ്ങര ആശുപത്രി ജംഗ്ഷൻ എന്ന് മാരാമട്ടത്തേക്ക് എത്തിച്ചേരുന്ന റോഡ്, ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട പഴയട മനവേലി കാഞ്ഞനമൂർ റോഡ്, അതുപോലെ തന്നെ 3 കല്ലുമൂട് നിന്ന് ഓലത്താന്നിയും കൊടങ്ങാവളി നവണ വഴി പോകുന്ന 6 കോടി 60 ലക്ഷം രൂപ റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ മണ്ഡലത്തിൽ പണി പൂർത്തീകരിക്കാനുള്ള റോഡ് ഒന്ന് ഉച്ചക്കട പൊഴിയൂർ റോഡാണ്. അത് 2 കോടി രൂപ അനുവദിച്ച് ആ BMDC വർക്കാണ്. അത് കരാറുകാരൻ എഗ്രിമെന്റ് കഴിഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. മണ്ഡലത്തിൽ തന്നെ മറ്റ് ചില റോഡുകൾ ഇനി നമ്മുടെ കീഴിയോട് നിന്ന് മാമ്പഴക്കര പോകുന്ന റോഡ് നവാഡിന്റെ ഫണ്ടിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു. അതുപോലെ തന്നെ കൊച്ചാമം ആറയൂർ പൊന്മുള റോഡ് നവാഡിന്റെ ഫണ്ടിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു. അങ്ങനെ മണ്ഡലത്തിലെ എല്ലാ PWD റോഡുകളും യാത്രാ സൗകര്യങ്ങൾ അന്തർദേശീയ നിലവാരത്തിൽ റോഡുകളാക്കി മാറ്റിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് റീബിൽഡ് കേരളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിൽ നിന്ന് 6 കോടി 6 ലക്ഷം രൂപയ്ക്ക് ഏകദേശം 34 റോഡുകൾ ഈ മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഗ്രാമീണ റോഡുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് അനുവദിച്ചു. അതിൽ ഏറ്റവും പ്രയാസമേറിയതാണ് എടുത്തു പറയുന്ന റോഡാണ് കാരിയോടുള്ള റോഡ്. ചെങ്കൽ പഞ്ചായത്തിൽ നിന്നും കാരിയോടിലേക്ക് പോകുന്ന അരയോട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡ്. അത് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് ഉപയോഗപ്പെടുത്തി എടുത്ത റോഡ് പണി തടസ്സപ്പെടുകയും കേസാവുകയും ചെയ്ത റോഡാണ്. ദീർഘകാലത്ത് ഇതിനുള്ള ആവശ്യമാണ്. 34 ലക്ഷം രൂപ മുടക്കിക്കൊണ്ടാണ് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ റോഡിന്റെ പണി ഇപ്പോൾ ഒരു സ്റ്റേജ് പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ലെവൽസ് റിപ്പോർട്ട് ചെയ്ത ടാറിംഗ് പണി പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ മണ്ഡലത്തിൽ ആ ഫണ്ട് മാത്രമല്ല MLA ADF ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒട്ടനവധി റോഡുകൾ, നിരവധി റോഡുകൾ, ചെറുതുവലുതുമായ റോഡുകൾ കോൺക്രീറ്റായും ടാറായും ഇന്റർലോക്ക് ചെയ്തുകൊണ്ട് നവീകരിച്ച് ജനങ്ങളുടെ ദീർഘകാലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മണ്ഡലത്തിൽ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു നമ്മുടെ കനാലുകളുമായി ബന്ധപ്പെട്ട യാത്രാ പ്രശ്നം. നമുക്കറിയാം നെയ്യാറിന്റെ വലതുകര ഇടതുകര കനാലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്
നമ്മുടെ ജലാശയങ്ങളിലേക്ക് എത്തിച്ചേരുന്ന കനാലുകൾ, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, കനാലുകളുടെ അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്നവരെ സംബന്ധിച്ച് ഒരുപാട് ദൂരം ചുറ്റിയായിരിക്കും എവിടെയെങ്കിലുമുള്ള പാലങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചുറ്റി എത്ര അസൗകര്യങ്ങളുള്ളത്. പലപ്പോഴും നമുക്കറിയാം, നമുക്കെല്ലാം നേരിട്ടുള്ള അനുഭവമാണ്. ടെലഫോൺ പോസ്റ്റും ഇലക്ട്രിക് പോസ്റ്റും തെങ്ങും തടിയും പാട്ടടികളും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിച്ചു കിട്ടിക്കൊണ്ട് സർക്കസ് കൂടാരത്തിലെ അഭ്യാസങ്ങളെ പോലെ കുട്ടികൾ തൊട്ട് മുതിർന്നവരടക്കം തന്നെ അവരുടെ വീടുകളിലേക്ക് യാത്രാ സൗകര്യം ഉപയോഗിച്ചിട്ടിരുന്ന അത്തരം തടസ്സങ്ങൾ മാറ്റിക്കൊണ്ട് ദീർഘകാലത്ത് അവരുടെ ആവശ്യമാണ്. 10-30 വർഷക്കാലമായി ആവശ്യപ്പെടുന്നവരുണ്ട്. ഈ അടുത്ത കാലത്ത് കുളത്തൂര് ഒരു പാലം ഞാൻ നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ അവിടുത്തെ പാവപ്പെട്ട ആളുകൾ പറയുന്നത്, സാറ് 10-30 വർഷം കൊണ്ട് നമ്മൾ എല്ലാ ജനപ്രതിനിധികളും ഇത് പറയും, 30 അടിയോളം താഴ്ചയുള്ളതാണ്, പലപ്പോഴും അപകടങ്ങൾ നടക്കുകയാണ്, ഞങ്ങൾ 10-100ഓളം വരുന്ന കുടുംബങ്ങൾ താമസിക്കുന്നതാണ്, അത് സാറ് അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ അത്തരം അഭിപ്രായങ്ങൾ ജനങ്ങളുടെ ഭാഗത്ത് വരുന്നത് മനസ്സിന് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. അങ്ങനെ 10-30ഓളം വരുന്ന ചെറുതും വലുതുമായിട്ടുള്ള തോടിന് കുറുകെയുള്ള പാലങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് അനുവദിച്ച് പലതും നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. പലതും നിർമ്മാണ ഘട്ടത്തിലാണ്, ചിലത് ടെൻഡർ നടപടികൾ പൂർത്തീകരണ ഘട്ടത്തിലാണ്. അപ്പോൾ യാത്രാ സൗകര്യങ്ങളുടെ കാര്യത്തിൽ നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ചില വിഷയങ്ങൾ, ഘട്ടക്കോറുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ചില ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഒക്കെ തന്നെ സ്വാഭാവികമായിട്ടുള്ള ആരാധനാക്രമങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രൈമുഖ്യവും തടസ്സവുമായിട്ടിരുന്ന അത്തരം ഘട്ടക്കോറുകളുടെ പ്രശ്നങ്ങളാണ്. അതെല്ലാം തന്നെ അവരുടെ അഭ്യർത്ഥനയനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ഇടപെട്ട് പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദാഹരണം, നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ പുതിയമളയിലെ സമയത്തുള്ള മുടിപ്പര, ആ മുടിപ്പരയുടെ ഭാഗത്ത് അഴീക്കുളം മുടിപ്പരയിലാണെങ്കിൽ എത്രയോ വർഷമായി മുടിപ്പരയുടെ ഫ്രണ്ടിലുള്ള കുളത്തിന്റെ സൈഡിന് അവരുടെ ചെറിയ അടികളുടെ കാലത്ത് പോകാൻ വേണ്ടി കഴിയും. അവിടെ ഫണ്ട് ക്ഷേത്ര കമ്മിറ്റിക്കാർ ആവശ്യപ്പെടുക ഫണ്ട് കൊടുത്ത് മനോഹരമായ രൂപത്തിലേക്ക് ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ റോഡ് വീതി കൂട്ടുന്നതിനും കുളം സംരക്ഷിക്കാൻ ആവശ്യമായ ഫണ്ട് 20-22 ലക്ഷത്തോളം രൂപ മുടക്കിക്കൊണ്ട് ഇന്ന് മനോഹരമായി ചെയ്തിട്ടുണ്ട്. ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയും മറ്റ് ആരാധനകളുടെ ആവശ്യങ്ങളനുസരിച്ചുകൊണ്ടുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് ഈ 4.5 വർഷക്കാലം പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ളതാണ് നമ്മുടെ ഹൈമാസ് ലൈറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഹൈമാസ് ലൈറ്റുകളിലും വലിയ അഴിമതിയാണ് നടത്തുന്നത്. നമുക്കറിയാം, മുൻപൊക്കെ ഹൈമാസ് ലൈറ്റ് 5 ലക്ഷത്തോളം രൂപയ്ക്ക് സ്ഥാപിച്ചിരുന്ന 5,60,000 രൂപയ്ക്ക് സ്ഥാപിച്ചിരുന്ന മോട്ടോർ പോലും ഇല്ലാത്ത ഹൈമാസ് ലൈറ്റുകളുടെ സ്ഥാനത്താണ് അത് ഏകദേശം 1 ലക്ഷം 1.5 ലക്ഷത്തോളം രൂപ കുറച്ചുകൊണ്ട് അതേ വലുപ്പത്തിലുള്ള ഹൈമാസ് ലൈറ്റുകൾ ഞാൻ വന്നതിന് ശേഷം ഇടപെടൽ നടത്തിക്കൊണ്ട് നമുക്ക് സ്ഥാപിക്കാൻ പറ്റിയിട്ടുണ്ട്. ഹൈമാസ് ലൈറ്റുകൾ നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട നിരത്തുകളിൽ അത് പൂർത്തീകരിക്കപ്പെടുകയാണ്. ഇപ്പോൾ ഹൈമാസ് ലൈറ്റുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 69 ഹൈമാസ് ലൈറ്റുകളുടെ സ്ഥാപനവും അതിന്റെ ഉദ്ഘാടനമാണ് വരും ദിവസങ്ങളിൽ പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നത്. വീണ്ടും തന്നെ ഏകദേശം 10-70 ഹൈമാസ് ലൈറ്റുകളുടെ പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള AS വാങ്ങുന്നതിന് കളക്ടറേറ്റിൽ അതിന്റെ പേപ്പറുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നുണ്ട്. അതെല്ലാ പ്രദേശത്തും ആളുകൾക്ക് സ്വീകാര്യമായിട്ടുള്ളതായി വൈദ്യുതി വെളിച്ചം ഏറെ പ്രധാനപ്പെട്ടതെന്നായി മാറുകയാണ്. അത് ഓരോരുത്തർ സ്ഥാപിക്കുമ്പോൾ അതിന്റെ ഗുണവും മെച്ചവും ആ പ്രദേശത്തെ ആളുകൾക്ക് ബോധ്യപ്പെടുന്നതും നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇതടക്കമുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മറ്റ് വിശദമായി സമയക്കുറവുകൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായി പോകുന്നില്ല. ഏറ്റവും അവസാനം 2 ദിവസം മുമ്പ് ഒരു നിർമ്മാണ ഉദ്ഘാടനം നടത്തിയതാണ് കാരോട് പഞ്ചായത്തിലെ 10 ഏക്കറിലധികം വരുന്ന വിശാലമായ ഭൂമി, ആ വിശാലമായ വെൺകുളം. കഴിഞ്ഞ അവിടുത്തെ UDF ഗവൺമെന്റ് കാലത്ത് UDFന്റെ കാരോട് പഞ്ചായത്ത് സമിതി അവിടെ നടത്തിയ നിർമ്മാണ പ്രവർത്തനത്തിൽ വ്യാപകമായിട്ടുള്ള അഴിമതിയും അതുപോലെ സൃജനപക്ഷവും കാണിച്ചിരുന്നു. അതിന്റെ ഭാഗമായി കുളങ്ങളുടെ ഭിത്തി ഇടിയുകയും കുളം തന്നെ വികൃതമാക്കപ്പെടുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് MLA ആയി വന്നതിന് ശേഷം എന്റെ ശ്രദ്ധയിൽ ആ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും ആ ബന്ധപ്പെട്ട വകുപ്പുകൾക്കെതിരായിട്ട് പരാതി കൊടുക്കുകയും നിയമസഭയിൽ തന്നെ ആ വിഷയത്തിൽ എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്തിൽ കുറെ സമയമെടുത്ത് അതിന്റെ ആ ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് നിയമസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക, അതിന്റെ ഭാഗമായി അതിന് അന്വേഷണത്തിന്റെ ഘട്ടത്തിലേക്ക് തീരുമാനിക്കുകയും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വിജിലൻസ് അന്വേഷണം മറ്റ് അന്വേഷണങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ അത് ഒരു ഭാഗത്ത് ഓഫീസർമാരുടെ പങ്കാളിത്തം അതിന്റെ ക്രമക്കേടിൽ, മറുഭാഗത്ത് ജനപ്രതിനിധികളുടെയും കരാറുകാരുടെയും മണ്ണിനെ സംബന്ധിച്ച് കൃത്യമായി വിലയിരുത്തൽ നടത്തിക്കൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കുകയും 6ഓളം ഉദ്യോഗസ്ഥന്മാർ അതിന്റെ ഭാഗമായി നിയമ നടപടിക്ക് വിധേയമാക്കുകയും ചെയ്തു. അവർക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കുവാൻ 14 ലക്ഷത്തോളം രൂപ തന്നെ സർക്കാരിന് അവർ വരുത്തിയിട്ടുള്ള നഷ്ടം തിരിച്ചടയ്ക്കേണ്ടി വരുന്നുണ്ട്. ഇനിയും അന്വേഷണം പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അന്വേഷണം പൂർത്തീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇതിൽ പങ്കാളിയായിട്ടുള്ള മറ്റുള്ള ആളുകളും എല്ലാം തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്.
ആ കുളം നവീകരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ആ നവീകരണ പ്രവർത്തനങ്ങൾ പോലും തടസ്സപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള നിലപാടാണ് ചില ആളുകളുടെ രാഷ്ട്രീയ ദുരുദ്ദേശത്തിലുള്ള സമീപനത്തിന്റെ ഭാഗമായിട്ടും അവർ ചെയ്തു വച്ചിട്ടുള്ള ആ കുളത്തിന്റെ ദുരന്തപൂർണമായ അവസ്ഥയെ അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന രൂപത്തിലേക്ക് എടുത്ത നിലപാടിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുകയും കോടതിയുടെയും അവിടുത്തെ പഞ്ചായത്തിലെ LDFന്റെ ഭരണസമിതിയുടെയും ഒക്കെ തന്നെ ശക്തമായ നിലപാടിന്റെ ഭാഗമായി നവീകരണ പ്രവർത്തനം തുടർന്നു വയ്ക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 94 ലക്ഷം രൂപയാണ് MLA ഫണ്ടിൽ നിന്ന് വെൺകുളം നവീകരണത്തിന് വേണ്ടി അനുവദിച്ച് കഴിഞ്ഞ 4 ദിവസം മുമ്പ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഒരു സമയബന്ധിതമായ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച നമ്മുടെ ഗ്രാമപ്രദേശത്തെ ഏറ്റവും മനോഹരമായ ഒരു കുളമായി 10 ഏക്കറോളം വരുന്ന ജലാശയം നമുക്ക് മാറാൻ വേണ്ടി പോവുകയാണ്. അതും എനിക്ക് പ്രത്യേകമായി എന്റെ മനസ്സിന് തൃപ്തി നൽകുന്ന ഒരു പ്രവർത്തനമാണ്. പൊടിയൂർ തീരദേശ മേഖല നമുക്കറിയാം. അവിടെ ഞാൻ വോട്ട് തേടി അഭ്യർത്ഥന നടത്തുമ്പോൾ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവണം. ഒറ്റയടിക്ക് പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല, സങ്കീർണമായ പ്രശ്നമാണ്. അവിടെ അവരുടെ ഉറപ്പ് ഞാൻ കൊടുത്ത് ആദ്യ ബജറ്റിന്റെ പ്രഖ്യാപനത്തിൽ തന്നെ 89 കോടി രൂപ പൊടിയൂരടക്കം ഉൾപ്പെടുന്ന കുളത്തൂർ ഗ്രാമപഞ്ചായത്ത്, കാരോട് ഗ്രാമപഞ്ചായത്ത്, ചെങ്കൽ ഈ 3 ഗ്രാമപഞ്ചായത്തിലെയും സമഗ്രമായിട്ടുള്ള കുടിവെള്ളം ഒരു 25 വർഷക്കാലത്തിന് ശേഷവും ആ വിഷയത്തിനകത്ത് പോരായ്മ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബൃഹത്തായ പദ്ധതിക്ക് രൂപം നൽകി. എന്റെ ഭൂമി എടുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ചെറിയ കേസുകളും തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും 2.5 ഏക്കറോളം വരുന്ന ഭൂമി പൊന്മുളയിൽ പെപ്സി ആടിത്തീരത്തിന് മുകൾ ഭാഗത്ത് അക്വയർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 3 പഞ്ചായത്തിൽ ഇതിനാവശ്യമായ ജലസ്രോതസ്സുകൾക്ക് നിലനിർത്താൻ കഴിയുന്ന വാട്ടർ ടാങ്ക് നിർമ്മിക്കുന്നതിനാവശ്യമായ ഭൂമി കൈമാറുന്ന പ്രശ്നങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ കോവിഡുമായി ബന്ധപ്പെട്ട് 4 മാസം കൊണ്ട് നമുക്ക് കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുണ്ട് എങ്കിലും അടിയന്തരമായി തന്നെ അതിന്റെ മറ്റു നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ വേണ്ടി കഴിയും, ടെൻഡർ നടപടിയിലേക്ക് പോകാൻ വേണ്ടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന് അതിയന്നൂരിലെ കുടിവെള്ള പദ്ധതിയാണ്. അതിയന്നൂർ പഞ്ചായത്തിന്റെ കുറേയേറെ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് നെല്ലിമൂട്, വെൺപകല്, കോങ്ങ്, മുള്ളുവിള, പട്ടിക്കല തുടങ്ങിയിട്ടുള്ള ഭൂപ്രദേശങ്ങളെ സംബന്ധിച്ച് വേനൽക്കാലത്ത് കുടിവെള്ളത്തിന് വലിയ തോതിലുള്ള പ്രയാസം നേരിടുന്ന വിഭാഗം ജനങ്ങളാണ്. എനിക്കിതിനെ നേരിട്ട് ബോധ്യമുള്ളതാണ്. എന്റെ ബന്ധുക്കളെടുക്കുന്ന പ്രദേശങ്ങളുള്ളതാണ്. രാത്രി 2-3 മണിക്കുമാണ് നൂലുപോലെ വരുന്ന വെള്ളം കുഴിപോലെ സ്ഥലമെടുത്ത് പൈപ്പ് താഴെ കൊണ്ടുവച്ച് അവിടെ നിന്ന് കുടത്തിൽ ശേഖരിച്ച് അത് പ്രത്യേകമായി സ്ഥലത്തിൽ ടാങ്കിൽ നിക്ഷേപിച്ചുകൊണ്ടാണ് ഒരാഴ്ച-2 ആഴ്ച കാലത്ത് അവരുടെ ജീവിതാവശ്യത്തിന് വേണ്ടി ജലം ഉപയോഗിക്കുന്നത്. ആ ജലദൗർബല്യം വേനൽക്കാലത്താണെങ്കിൽ കടുത്ത ക്ഷാമത്തിലേക്ക് പോകും. പലപ്പോഴും എല്ലാ ദിവസവും അവിടെ തന്നെ വെളിവരാറുണ്ട്. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അതിയന്നൂർ കുടിവെള്ള പദ്ധതി. 26 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. അതിന് ഇപ്പോൾ ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞു. അതിന് ടാങ്ക് സ്ഥാപിക്കുന്ന ഭൂമി കോങ്ങിൽ ആരോഗ്യവകുപ്പിന്റെ സ്ഥലം കിട്ടിയിട്ടുണ്ട്. അത് ടെൻഡർ നടപടിയിലേക്ക് പോകാൻ വേണ്ടി കഴിയുന്നുണ്ട്. അവിടുത്തെ ആ കുടിവെള്ള പദ്ധതി മാത്രമല്ല, തൊട്ടപ്പുറത്ത് കോവള മണ്ഡലത്തിലെ കോട്ടുകാൽ പഞ്ചായത്തിന്റെയും ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സ്ഥലങ്ങളിൽ കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയുന്ന രൂപത്തിലേക്ക് കുടിവെള്ള പദ്ധതി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഞാൻ മുമ്പ് പറഞ്ഞൊരു വിഷയമാണ് കാളിപ്പാറ ശുദ്ധജല വിതരണ പദ്ധതി. നെയ്യാറ്റിങ്കര പ്രദേശത്ത് കൊണ്ടുവന്ന ശുദ്ധജല പദ്ധതി പക്ഷേ നെയ്യാറ്റിങ്കര റെയിൽവേ ഓവർബ്രിഡ്ജിൽ വന്ന് തടസ്സപ്പെട്ട് കിട്ടും. ഓവർബ്രിഡ്ജിന് അപ്പുറത്ത് പാലം കയറി വേഷമുള്ള പൈപ്പ് വഴി അപ്പുറത്ത് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നുവെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടായിരുന്ന ഘട്ടത്തിൽ, കേന്ദ്രമന്ത്രി നമ്മുടെ ജില്ലയിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ അതിനാവശ്യമായിട്ടുള്ള സാങ്ഷൻ വാങ്ങുവാൻ ഒരേ കക്ഷി തന്നെ കേന്ദ്രത്തിലും കേരളത്തിലും ഒക്കെ ഭരണത്തിലുണ്ടായിരുന്നപ്പോഴും അവർ ആ കാര്യത്തിൽ ആത്മാർത്ഥത കാണിച്ചില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് റെയിൽവേ അധികൃതരുമായി ബന്ധപ്പെട്ട് അനുമതി ചോദിക്കാൻ പോയാൽ ഇനിയും വൈകുമെന്നത് കൊണ്ടാണ് വേഷം കുറഞ്ഞ പൈപ്പ് സ്ഥാപിച്ച് നമ്മുടെ ഡിവിഷൻ ഈ പ്രോജക്ട് വിഭാഗം പാട്ടുതട്ടിക്കൊണ്ട് അവരെ നിർബന്ധിച്ച് വേഷം കുറഞ്ഞ പൈപ്പ് സ്ഥാപിച്ചുകൊണ്ട് ജലത്തിന്റെ അളവ് കുറവാണെങ്കിലും പാലത്തിനപ്പുറത്ത് ജലം എത്തിച്ച് അവിടെ 4 മൂട് വഴി ഹൈവേ വഴി നമുക്ക് വാട്ടുതട്ടിയുടെ ഓഫീസർ കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല. അത് വലിയ പ്രയാസങ്ങൾ നേരിടും. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് റോഡ് വഴി പൈപ്പ് വാട്ടുതട്ടിയുടെ ഓഫീസിന്റെ അവിടെ കൊണ്ടെത്തിച്ച് ഇന്ന് നമുക്ക് ആ ജലം മണ്ഡലത്തിലെ ഈ ജലം എവിടെയൊക്കെയാണ് പൈപ്പ് ലൈൻ പോയിട്ടുള്ള ആ പ്രദേശത്തെല്ലാം തന്നെ കൃത്യമായി വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നെയ്യാറ്റിങ്കര മുനിസിപ്പൽ പ്രദേശങ്ങളിൽ വ്യാപകമായി ചെങ്കൽ പഞ്ചായത്തിന്റെ പ്രദേശങ്ങളിൽ, പുറത്തൂർ പഞ്ചായത്തിന്റെ പ്രദേശങ്ങളിൽ, തിരുവറം അതിയന്നൂർ പഞ്ചായത്തിന്റെ പ്രദേശങ്ങളിൽ ഇന്ന് പഴയ രൂപത്തിലുള്ള ജലദൗർബല്യം ഉണ്ട് എന്നുള്ള ആശയവും ആ ഘട്ടത്തിൽ കാണുന്നില്ല. കാളിപ്പാറ പദ്ധതിയുടെ വിപുലീകരണം ഇനി നടത്തേണ്ടതായിട്ടുണ്ട്. ആ വിപുലീകരണ പദ്ധതിക്ക് ആവശ്യമായ പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജലനിധി മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി തന്നെ
സംസ്ഥാന ഗവൺമെന്റിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും വാട്ടർ പ്രോജക്ട് വിഭാഗത്തിന്റെയും പങ്കാളിത്തത്തോടുകൂടി തന്നെ പൈപ്പില് പോകുന്നിടത്ത് 50 മീറ്ററിന് അകത്ത് വീടുള്ളവർക്ക് സൗജന്യ ഗുണഭോക്താക്കളുടെ 10% വിഹിതത്തോടു കൂടി തന്നെ നമുക്ക് ആയിരക്കണക്കിന് വരുന്ന വീട്ടില് കണക്ഷൻ കൊടുക്കാൻ കഴിയുന്ന പദ്ധതിക്ക് നമുക്ക് പങ്കാളിയാവുന്നതിനും അതിലും നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാക്കുന്നതിന് ശേഷിക്കുന്ന ആവശ്യങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒന്ന് വൈദ്യുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, നെയ്യാറ്റിൻകര സബ്സ്റ്റേഷന് ശേഷം വന്ന സബ്സ്റ്റേഷനുമെല്ലാം തന്നെ 110 kV സബ്സ്റ്റേഷനായി അപ്ഗ്രേഡ് ചെയ്യുമ്പോഴും അവഗണിക്കപ്പെട്ട ഒരു വൈദ്യുതി സബ്സ്റ്റേഷനാണ് തൊടുക്കലിലെ നെയ്യാറ്റിൻകര സബ്സ്റ്റേഷൻ. അത് ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മണി അദ്ദേഹം ഫണ്ട് അനുവദിക്കുകയും അദ്ദേഹം തന്നെ നിർമ്മാണോദ്ഘാടനം നടത്തി കൃത്യം 1 വർഷം പൂർത്തീകരിക്കുന്നതിന് തന്നെ സബ്സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അണ്ടർ കേബിൾ സിസ്റ്റം വഴി UG കേബിൾ സിസ്റ്റം വഴി വൈദ്യുതി പ്രസരണം നഷ്ടപ്പെടാതെ കൂടുതൽ വൈദ്യുതി കൊടുക്കുന്നതിന്, ലൈനുകൾ മാറ്റുന്നതിന്, പുതിയ 10-20 ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കുന്നതിന്, നെയ്യാറ്റിൻകര മുനിസിപ്പൽ പ്രദേശത്ത് തന്നെ 16ഓളം വരുന്ന ട്രാൻസ്ഫോമറുകൾ പുതുക്കി സ്ഥാപിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ വൈദ്യുതി വോൾട്ടേജുമായി ബന്ധപ്പെട്ട ക്ഷാമങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു പരിധി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൈദ്യുതി തടസ്സമില്ലാത്ത രൂപത്തിലേക്ക് സാധാരണക്കാർക്ക് വൈദ്യുതി എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ തന്നെ പ്രത്യേകമായി 40 ലക്ഷം രൂപ മുടക്കി സബ്സ്റ്റേഷൻ അടക്കം ആരംഭിച്ചിട്ടുണ്ട്. കാരണം അത്രയേറെ സ്ഥാപനങ്ങൾക്ക് ഒരു തടസ്സവുമില്ലാതെ വൈദ്യുതി കിട്ടുന്നതിന് സബ്സ്റ്റേഷൻ അടക്കം നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വൈദ്യുതിയുടെ കാര്യത്തിലും കുടിവെള്ളത്തിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ യാത്രാസൗകര്യങ്ങളുടെ കാര്യത്തിലും ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ തന്നെ കാതലായ മാറ്റം വരുത്തുന്നതിനും ഇടപെടൽ നടത്തുന്നതിനും വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും വേറെ ആവശ്യങ്ങൾ മുന്നിലുണ്ട്. ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ ഇടപെടലുകളാണ് വരുന്ന 5-6 മാസക്കാലത്തെ പ്രവർത്തനം കൊണ്ട് പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി പോകുന്നത്. ഇതടക്കമുള്ള പ്രശ്നങ്ങളുടെ മറ്റു 2 പ്രശ്നങ്ങളുടെ പരാമർശിക്കാൻ പോകുന്നില്ല. നമ്മുടെ നെയ്യാറിനുകുറുകെ 2 പാലങ്ങളെ സംബന്ധിച്ച് കിഫ്റ്റി ഫണ്ട് വഴി അനുമതി ലഭിച്ചത് കന്നിപ്പുറം അതിന്റെ ഏറ്റവും നിർമ്മാണത്തിന്റെ ടെൻഡർ നടപടികളുടെ അരികിലെത്തിയിട്ടുണ്ട്. ഇനി 1-2 ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്. ഈ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങൾ വന്നു ചേർന്നിരുന്നിലേക്ക് തീർച്ചയായും അതിന്റെ തറക്കല്ലിട്ട് നിർമ്മാണങ്ങൾ ആരംഭിക്കാൻ വേണ്ടി കഴിയുന്നു. ആയിൽ പാലം, കന്നിപ്പുറം പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ വേഗത കൂട്ടുവാൻ അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുവാൻ അശ്രാന്തമായ പരിശ്രമം നടത്തുകയാണ്. ആ പരിശ്രമത്തിന്റെ ഭാഗമായി വൈകാതെ തന്നെ അതിന്റെ നിർമ്മാണ ഘട്ടത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ നമ്മൾ ഒട്ടനവധി പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിശദമായി ഒന്നും ഞാൻ പോകുന്നില്ല. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരും ദരിദ്രരായിട്ടുള്ളവരാണ് മുഖ്യമന്ത്രിയുടെ റിലീഫ് ഫണ്ട്. ആ മുഖ്യമന്ത്രിയുടെ റിലീഫ് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് നെയ്യാറ്റിൻകര അസംബ്ലി മണ്ഡലത്തിൽ ഏകദേശം എനിക്ക് ഏറ്റവും അവസാനം കിട്ടിയ കണക്കനുസരിച്ച് 4000-ലധികം ആളുകൾക്കാണ് മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ട് ഏകദേശം കോടിക്കണക്കിന് രൂപ, അത് 5000 മുതൽ 2 ലക്ഷം രൂപ വരെയുള്ള, അതുപോലെ തന്നെ 4-5 ലക്ഷം രൂപ പ്രത്യേക ചില കേസുകൾക്ക് കരൾ മാറ്റിവെക്കൽ, ഹൃദയ ശസ്ത്രക്രിയ, അതുപോലെയുള്ള വലിയ തോതിലുള്ള പ്രയാസമേറിയ ജീവിത രോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്പെഷ്യൽ ഫണ്ടുകളടക്കം അനുവദിച്ചു കൊടുക്കുന്നതിൽ വലിയ ശ്രമം നടത്തിയിട്ടുണ്ട്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അതും കോടിക്കണക്കിന് രൂപയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ ആളുകൾക്ക് നമുക്ക് മണ്ഡലത്തിനകത്ത് വിതരണം ചെയ്ത് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അതടക്കമുള്ള പ്രശ്നങ്ങളിൽ എല്ലാ ജനകീയ പ്രശ്നങ്ങളും, അതുപോലെ തന്നെ ബസ് ഷെൽട്ടറുകൾ സ്ഥാപിക്കുന്ന കാര്യത്തിൽ നമുക്കറിയാം ചെലവ് കുറഞ്ഞ ബസ് ഷെൽട്ടറുകൾ ചില മണ്ഡലങ്ങളിലൊക്കെ തന്നെ 5 ലക്ഷം രൂപയ്ക്കൊക്കെ ബസ് ഷെൽട്ടർ സ്ഥാപിക്കുമ്പോൾ 2 ലക്ഷമോ 2 ലക്ഷമോ 1.5 ലക്ഷം രൂപയ്ക്കൊക്കെ തന്നെ ചെലവ് കുറഞ്ഞ് ധനദുർവിനിയോഗം നടത്താതെ അത് പൊതു പണം എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ കൂടെ ഉപയോഗപ്പെടുത്തുന്ന പണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നെയ്യാറിന്റെ 2 പാലങ്ങളിൽ, അമരവള പുത്തൻ പാലത്തിലും അതുപോലെ തന്നെ അറക്കുന്ന പാലത്തിലും നമുക്കറിയാം ഈ ആളുകൾ പലപ്പോഴും ആരും ശ്രദ്ധിച്ചില്ലെങ്കിൽ വീട്ടിൽ പൊതിഞ്ഞു കിട്ടിക്കൊണ്ടിരിക്കുന്ന വേസ്റ്റും മറ്റ് ഉപേക്ഷിക്കപ്പെടുന്ന പാഴ്വസ്തുക്കളും ഡംപ് ചെയ്യുന്ന ഒരു പ്രദേശമാണ് ജലാശയം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിരത്തുകളിൽ പലപ്പോഴും നോക്കിയിട്ടുള്ളതാണ്. അത് ആളുകളുടെ അഭ്യർത്ഥന പ്രകാരം തന്നെ അമരവള പുത്തൻ പാലത്തിലും അറക്കുന്ന പാലത്തിലും ചെലവ് കുറഞ്ഞു. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നിർമ്മാണ പ്രവർത്തനം ആവശ്യമായ ഫണ്ട് അനുവദിച്ച് ഏസായിട്ടുണ്ട്. അങ്ങനെ നിർമ്മാണം പൂർത്തീകരിച്ചതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട ഒരു കള്ളക്കളി, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം എങ്ങനെയാണ് ചില ആളുകൾ വസൂലാക്കി കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത അത് പൂർത്തീകരിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടൊരു മെസ്സേജ് ഞാൻ തരാൻ വേണ്ടി കഴിയും. കഴിഞ്ഞ 4.25 വർഷക്കാലത്തെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച്
സംതൃപ്തിയോടുകൂടിയാണ് ജനപ്രതിനിധി എന്നുള്ള രൂപത്തിൽ MLA എന്നുള്ള രൂപത്തിലേക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. പരമാവധി ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ളതും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് മുഖം കൊടുക്കുന്നതിനും അത് ശ്രദ്ധിക്കുന്നതിനും ഇടപെടൽ ചെയ്യുന്നതിനും വേണ്ടി പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. ശേഷിക്കുന്ന 8 മാസക്കാലം ഈ ജനപ്രതിനിധി കാലാവധിയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഈ മണ്ഡലത്തിൽ പൂർത്തീകരണത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ടത് നിർമ്മാണ ഘട്ടത്തിലേക്ക് ഇരിപ്പുണ്ട്. അതെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നതിനും ആ കാര്യങ്ങളിലെല്ലാം തന്നെ നിങ്ങളുടെ ഇന്നലെ വരെ നൽകിയിട്ടുള്ള നസീമമായിട്ടുള്ള പിന്തുണയും സഹകരണവും തുടർന്നുള്ള ദിവസങ്ങളിലും ഉണ്ടാകണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് എന്റെ എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് വിശദമായി പറഞ്ഞാൽ ഇനിയും മണിക്കൂറുകളെടുത്ത് വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറയേണ്ടി വരും. നമുക്കറിയാം, തീരദേശത്തെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊഴിയൂർ ഫിഷിംഗ് ഹാർബർ, സംസ്ഥാനത്ത് 2 ഹാർബറുകളാണ് സംസ്ഥാന ഗവൺമെന്റ് ഈ ഗവൺമെന്റ് കാലത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മുൻപൊക്കെ ഒരുപാട് പ്രഖ്യാപിച്ചതൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ സംസ്ഥാന ഗവൺമെന്റ് വളരെ കൃത്യമായി തന്നെ 2 ഫിഷിംഗ് ഹാർബർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്ന് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി, മറ്റൊന്ന് എന്റെ മണ്ഡലത്തിലെ പൊഴിയൂര് കേന്ദ്രീകരിച്ചുള്ള പൊഴിയൂർ ഫിഷിംഗ് ഹാർബറാണ്. അതിന്റെ സ്റ്റഡി വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. മുംബൈ IIT കമ്പനിയുടെ സ്റ്റഡി വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിന്റെ നിർമ്മാണോദ്ഘാടനം അടക്കം നടത്താൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പരിശ്രമത്തിലാണ്. അവിടെ തന്നെ പൊഴിയൂരിൽ തന്നെ നമുക്കറിയാം, പൊഴിയൂരിലെ തീരദേശവുമായി ബന്ധപ്പെട്ട 50 മീറ്ററിനകത്ത് താമസിക്കുന്ന ഒഴിപ്പിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 128 കുടുംബങ്ങൾക്കുള്ള ഭവന നിർമ്മാണം കാരോട് പഞ്ചായത്തിലെ പ്രദേശത്ത് നിർമ്മാണത്തിന്റെ അന്തിമഘട്ടത്തിലേക്ക് പൂർത്തീകരിക്കുകയാണ്. 13 കോടി രൂപയാണ് അതിനുവേണ്ടി ഫണ്ട് നൽകപ്പെട്ടുള്ളത്. ഈ രൂപത്തിലേക്കുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത ഘട്ടത്തിൽ അതെല്ലാം പരാമർശിക്കാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വമായ അഭ്യർത്ഥന നടത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.